എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമുക്ക് ഇവിടെ നമ്മുടെ SM ട്രാൻസ്ഫോമറിൻ്റെ സ്വിച്ചിങ് സൈഡിൽ ഈ ഒരു STR IC കത്തിപ്പോയത് കാരണം ഇവിടുത്തെ ഈ ഒരു കോണ്ടാക്റ്റ് നമുക്ക് ഇവിടെ SM ട്രാൻസ്ഫോമറിൽ വിട്ടുപോയിരുന്നു. പക്ഷേ നമ്മളത് റീജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റീജോയിൻറ്റ് ചെയ്ത് റീവൈൻഡിങ് ചെയ്ത് എടുത്തിട്ടുള്ള SM ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഇതിൽ സെറ്റ് ചെയ്ത് നമുക്കിതിനകത്ത് പവർ സപ്ലൈ തിരിച്ചു കൊണ്ടുവരിക, റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു സ്വിച്ചിങ് IC STR സ്വിച്ചിങ് IC കത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യണം. പിന്നെ ഇവിടെ വരുന്ന ഈ ഒരു റെസിസ്റ്റൻസ് റീപ്ലേസ് ചെയ്യണം. ഈ ഒരു ഒപ്റ്റോ കപ്ലറും. അപ്പോൾ നമുക്കിത് ഈ ഒരു ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ ബാക്കി കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്ത് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ട്രാൻസ്ഫോമർ ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു STR IC ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കാം. അത് മാത്രമല്ല ഈ ഒരു ഒപ്റ്റോ കപ്ലറും ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ആ കണക്ഷൻ വരുന്നത്. STR മൊഡ്യൂൾ അഴിച്ചിട്ടുണ്ട്, റെസിസ്റ്റൻസ് അഴിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടുത്തെ ഒപ്റ്റോ കപ്ലറും അഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്കി ഈ ഡയോഡ്സ് എല്ലാം, ഇത് ബൂസ്റ്റപ്പ് ഡയോഡാണ്. ഇത് STR വർക്ക് ചെയ്യാനുള്ള ഡയോഡ്. ഇത് 15 വോൾട്ട്, ഇത് 5 വോൾട്ടിൻ്റെ ഡയോഡ്. ഇത് നമ്മുടെ കോൾഡ് സെക്ഷനിൽ വരുന്ന 12 വോൾട്ടാണ്. അപ്പോൾ ഈ ഡയോഡുകളെല്ലാം ചെക്ക് ചെയ്ത്, ഈ സർക്യൂട്ട് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് മറ്റൊരിടത്തും ഷോർട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇപ്പോൾ അഴിച്ചെടുത്തിരിക്കുന്നത് ഈ ഒരു 3 കമ്പോണൻറ്റുകളാണ്. ഇത് കണ്ടല്ലോ, നല്ല വലിയ ഡാമേജസ് തന്നെയാണ് ഈ കാണുന്നത്. പക്ഷേ ഇത്രയും പൊട്ടിപ്പോയത് കൊണ്ടിട്ട് ഇതിൻ്റെ ഫ്യൂസ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ഫ്യൂസ് ഓക്കെയാണ്. ഇതിൻ്റെ റെക്ടിഫിക്കേഷൻ ഡയോഡ് ഓക്കെയാണ്. കപ്പാസിറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു STR മൊഡ്യൂൾ എടുത്തിട്ടുണ്ട്. ഈ STR മൊഡ്യൂൾ എന്ന് പറയുന്നത് W6072S എന്നാണ് ഈ STR മൊഡ്യൂളിന്. ഇത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടാത്ത ഒരു STR മൊഡ്യൂളാണ് 6072S എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ മൊഡ്യൂൾ നമുക്കിതിനകത്തോട്ട് ഹീറ്റ് സിങ്ങിലോട്ട് പിടിപ്പിക്കാം. ഓക്കെ, എന്നിട്ട് ഈ STRൽ കുറച്ച് ഹീറ്റ് സിങ് പേസ്റ്റ് ശകലം മതിയാവും വെച്ചിട്ട് ഇതിലോട്ട് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ആദ്യം ഇതിനകത്തിട്ട് റെസിസ്റ്റൻസ് പിടിപ്പിക്കാം. ഇത് 1 ohmസിൻ്റെ റെസിസ്റ്റൻസ് ആണ് ഇവിടെ വരുന്നത്. 1 ohmസിൻ്റെ റെസിസ്റ്റൻസ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ STR മൊഡ്യൂൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ STR മൊഡ്യൂളും കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഒപ്റ്റോ കപ്ലറാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിവിടെ 817ൻ്റെ ഒരു ഒപ്റ്റോ കപ്ലർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഡോട്ട്സ് സെക്കൻഡറി സൈഡിൽ വരത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ആ ഡോട്ട്സിൻ്റെ ഇതിലാണ് ആ ഒരു പാഡിൽ ഒരു വൈറ്റ് മാർക്കിങ്ങിൽ റൗണ്ട് വൈറ്റ് മാർക്കിങ് കൊടുത്തിട്ടുള്ളത് സ്ക്വയറായിട്ട്. ഇവിടെ ഒപ്റ്റോ കപ്ലർ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ചോപ്പറിനകത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോപ്പർ എല്ലാം ഇതിനകത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് സപ്ലൈ കൊടുത്ത് ഇതിനകത്ത് വോൾട്ടേജ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓവർലോഡ് സ്വിച്ച് ഒന്ന് ഷോർട്ട് ചെയ്ത് വിടണം. എങ്കിൽ മാത്രമേ ഇത് പവർ ഓൺ ആകത്തുള്ളൂ. ഇനി നമ്മുടെ ഓവർലോഡ്, ഇനി നമുക്കിത് പവർ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാ വോൾട്ടേജും കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയെന്ന് ഞാൻ പവർ കൊടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ LED കത്തിയിട്ടുണ്ട്. ഇനി മൾട്ടിമീറ്റർ നമുക്ക് വോൾട്ടേജ് മോഡിലോട്ട് ഇടാം. ആദ്യം നമുക്ക് 12 വോൾട്ട് മെയിൻ സപ്ലൈ 12 വോൾട്ട് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 11.83 കിട്ടുന്നുണ്ട്, കറക്റ്റാണ്. ഇനി ഇവിടെ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ 5 വോൾട്ട് ഉണ്ട്. അതായത് നമ്മുടെ IPM കൺട്രോളർ IC വർക്ക് ചെയ്യാനുള്ള 5 വോൾട്ട് ഇവിടെ കറക്റ്റ് 5 വോൾട്ട് കിട്ടുന്നുണ്ട്. 5 വോൾട്ട് കറക്റ്റാണ്. ഇനി നമുക്ക് IPM വർക്ക് ചെയ്യാനുള്ള 15 വോൾട്ട്, ആ വോൾട്ടേജും
കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പവർ ഊരിയിട്ടിട്ടുണ്ട്. ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യണം. ചാർജ് ആയിട്ടുള്ള കപ്പാസിറ്റർ ഡിസ്ചാർജ്. ഓക്കെ, ഇനി നമുക്കിതിൽ കംപ്രസർ കൊടുത്താണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വൈൻഡിങ്ങും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, പക്കയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കംപ്രസർ കൊടുത്ത് കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കംപ്രസർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സെൻസർ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ സെൻസർ നേരത്തെ ഞാൻ പല വീഡിയോകളിലും സെൻസർ എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നതെന്ന് ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സെൻസറിൻ്റെ കണക്ഷനിൽ ഒരു 10K റെസിസ്റ്റൻസ് കൊടുത്താൽ മതിയാവും. ഒരു 3 10K റെസിസ്റ്റൻസ് ഇവിടെ ഇങ്ങനെ കണക്ഷൻ കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഇവിടെ 3 സെൻസറിന് പകരമായിട്ട് 3 റെസിസ്റ്റൻസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് 10K റെസിസ്റ്റൻസ് ആണ്. ഇനി നമുക്ക് കംപ്രസർ ഇവിടെ ഒന്ന് കണക്ഷൻ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കംപ്രസർ എടുക്കാം. ഓക്കെ, കംപ്രസർ എടുത്ത് വെച്ചിട്ടുണ്ട്. കംപ്രസറിൻ്റെ കണക്ഷൻ WV കംപ്രസറിൻ്റെ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഡയറക്റ്റ് നേരത്തെ നമ്മൾ സീരിയൽ കൊടുത്തു. ഇനി ഡയറക്റ്റ് കണക്ഷനിൽ കൊടുത്ത് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ റിലേ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബട്ടൺ ഒരു പ്രാവശ്യം ഞെക്കുമ്പോഴത്തേക്കും കംപ്രസർ സ്റ്റാർട്ടാവും. ഓക്കെ, ഇപ്പോൾ എറർ കാണിക്കുന്നുണ്ട്. 1 2 3 4 5 6 6 ടൈം ബ്ലിങ്കിങ് എറർ കോഡ് കാണിക്കുകയാണ്. 6 ടൈം ബ്ലിങ്കിങ് എറർ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ കംപ്രസർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസർ IC കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലോ ആണ് പിന്നെ 6 ടൈം ബ്ലിങ്കിങ് എറർ കോഡ് വരുന്നത്. അപ്പോൾ ഞാൻ കൊടുത്ത കംപ്രസർ നല്ല വർക്കിംഗ് കംപ്രസറാണ്. നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നല്ല കംപ്രസറാണ്. അപ്പോൾ ആ കംപ്രസറിന് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു IC കംപ്ലൈൻ്റ് ആണെന്ന് നോക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു IC കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ UVW ടെസ്റ്റർ കണക്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ UVW ടെസ്റ്റർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറങ്ങുന്ന ഈ ഒരു LED കറങ്ങുന്നതിൻ്റെ റൊട്ടേഷൻ വെച്ച് നമുക്ക് ഈ IC കംപ്ലൈൻ്റ് ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോഗ്രാമിൽ കംപ്ലൈൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമ്മൾ UVW ടെസ്റ്റർ ഈ ബോർഡുമായിട്ട് കണക്ഷൻ കൊടുക്കുക. കണക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മളിത് ഓൺ ചെയ്യുക. ഓൺ ചെയ്തിട്ട് ഇവിടെ റിലേ അടിക്കും. ഓക്കെ, റിലേ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിവിടെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഒരു റൊട്ടേഷൻ വരുന്നതെന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് സ്റ്റാർട്ടിങ് കറക്റ്റാണ്. ഇനി ഫുള്ള് റൗണ്ട് അടിച്ച് കത്തണം. ഇതേ കണക്ക് ഇനി ഫുൾ ടൈമിലും ഈ ഒരു പാറ്റേൺ തന്നെ മാറ്റമില്ലാതെ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു IC ഓക്കെ ആണെന്ന് നമുക്ക് പറയാം. ഇതിൽ ഇങ്ങനെ ഇതാണ് ഫുൾ ഹൈ സ്പീഡ് പാറ്റേൺ എന്ന് പറയുന്നത്. അത് കറങ്ങുന്ന ആ ഒരു രീതി കണ്ടല്ലോ. ഈ ഒരു പാറ്റേണിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോഗ്രാം കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതിൽ മാറ്റം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കറക്റ്റായിട്ട് ഈ ഒരു പ്രോഗ്രാം ഈ IC ഒന്ന് റീപ്രോഗ്രാം ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രോഗ്രാമഡ് ആയിട്ടുള്ള ഒരു IC ഇതിനകത്ത് മാറ്റേണ്ടി വരും. ഈ 6 ടൈം ബ്ലിങ്കിങ് മാറണമെങ്കിൽ ഇതാണ് ഇനി പ്രശ്നം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ പോയ കൂട്ടത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഈ ഒരു ICക്ക് സംഭവിച്ചിരിക്കാം എന്നുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഈ ഒരു STR ICക്ക് തന്നെ നല്ല റേറ്റുള്ള ഒരു STR IC ആണ്.
അപ്പോൾ ഇത്രയും ഇത് ഈ വർക്ക് സക്സസ് ആക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ വിഷമമുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ IC ഒന്നേ പ്രോഗ്രാം ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ പ്രോഗ്രാമഡ് ആയിട്ടുള്ള ഒരു IC ഇതിനകത്ത് ഇടുക. എങ്കിൽ മാത്രമേ ഇത് നമുക്ക് കറക്റ്റായിട്ട് റണ്ണിങ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇനി കൂടുതലൊന്നും പറയാനില്ല. നമുക്കൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.